അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊള്ളുന്നു. നാം ഒരു സംഗതി ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് വെച്ചാൽ, ഈ ദുന്യാവില് നാം നിവസിക്കുന്നത് ദുന്യാവാണ്. ദുന്യാവിൽ ഹക്ക് മാത്രം അല്ല ഉണ്ടാവരുത്, ഹക്കോട് കൂടി ബാത്തിലും ഉണ്ടാവും. ആ കാര്യം തീർച്ചയാണ്. ദുന്യാവ് വെറും ഹക്കിന്റെ സ്ഥലമല്ല. ഹക്കിന്റെ കൂടപ്പിറപ്പായും കൊണ്ട് ബാത്തിൽ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. അത് ദുന്യാവിന്റെ നിയമമാണ്. നാം കാണുന്നുണ്ട്, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. അത് ഹക്കിന്റെ നിലയിൽ. അതേ സമയത്ത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ലഹനത്താക്കപ്പെട്ട ഇബ്ലീസും കൂടെയുണ്ട്. അവന്റെ സന്താനങ്ങളും ഉണ്ട്. അവന്റെ സന്താനങ്ങൾ എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ സന്താനങ്ങൾ ജിന്ന വർഗത്തിലും ഉണ്ട്, മനുഷ്യവർഗത്തിലും ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവന്റെ സന്തതികളെ പറ്റി മിനൽ ജിന്നത്തി വന്നാസ് പരിശുദ്ധ ഖുർആന്റെ അവസാന സൂറത്തിൽ ആ കാര്യം വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. അതായത് ഹക്കിന്റെ കൂടെ ഏത് സമയത്തും ബാത്തിൽ ഉണ്ടാകും. അതിനെ വേർതിരിച്ച് മനസ്സിലാക്കൽ ആണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിന്റെ ചുമതല. ഒരു മുഅ്മിന്റെ ചുമതല ഹക്കിനോട് കൂടെയുള്ള ബാത്തിലിനെ വേർതിരിച്ച് മനസ്സിലാക്കി ഹക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ഒരു മുഅ്മിന്റെ ചുമതലയാണ്. വെറും ഹക്ക് മാത്രമാണെങ്കിൽ ഈ ദുനിയാവല്ല, വെറും ബാത്തിൽ മാത്രമാണെങ്കിലും ഈ ദുനിയാവല്ല. ആലോചിച്ച് നോക്കൂ, ഹക്ക് എവിടെയുണ്ട്, ഏത് ഭാഗത്തുണ്ട്, അതിന്റെ കൂടെ ബാത്തിലിനെ കാണാൻ കഴിയും. ബാത്തിൽ കാണുന്നില്ലെങ്കിൽ അത് ഹക്കല്ല എന്നാണ് അതിനർത്ഥം. അതിന്റെ കൂടെ ഒരു ബാത്തിലിനെ കാണുന്നില്ലെങ്കിൽ അത് ഹക്കല്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അവതരിച്ചു. അതിന്റെ ഒന്നാമത്തെ സൂറത്തുൽ ബഖറ, അതിൽ തന്നെ ആദ്യമായി വിവരിക്കുന്നത് മനുഷ്യവംശം, മനുഷ്യവർഗം 3 വിഭാഗമുണ്ടെന്നാണ്. ആദ്യത്തെ വിവരം മനുഷ്യവർഗം 3 വിഭാഗമാണ്. ഒന്ന് ഖാലിസ് മുഅ്മിൻ, മറ്റൊന്ന് ഖാലിസ് കാഫിർ, മൂന്നാമത് മുനാഫിഖ്. രണ്ടിൽ നിന്നും അല്പസ്വല്പം മിക്സ് ചെയ്തുണ്ടാക്കുന്ന മുനാഫിഖ്. ഈ 3 വർഗം ഒഴിച്ചുകൂടാത്തതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വളരെ വ്യക്തമായ നിലക്ക് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് സൂക്ഷിച്ച് മനസ്സിലാക്കാൻ ഉള്ള ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തിന് ഒരു സ്ഥലത്തും തന്നെ യാതൊരു നിലക്കും ഉള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് എത്ര ശക്തിമത്തായ നുബുവത്താണ്, എത്ര ശക്തിമത്തായ ദൃഷ്ടാന്തങ്ങളോട് കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം. എത്ര ശക്തിമത്തായ ദൃഷ്ടാന്തങ്ങളോട് കൂടിയാണ് എന്ന് ഞാൻ അത് കൂടുതൽ വിവരിക്കുന്നില്ല. നമുക്കറിയാം ആ കാര്യം. എത്രയോ ശക്തിമത്തായ ദൃഷ്ടാന്തങ്ങളോട് കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്. പക്ഷേ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ തന്നെ മുനാഫിഖ് എന്ന വിഭാഗം ആ ഹദറത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മുനാഫിഖ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അതിന്റെ നേതാവുമായിരുന്നു. കണ്ടോ, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രം അല്ല, അവർ എന്ത് ചെയ്തു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ്, പള്ളി, ആ പള്ളി മസ്ജിദുൻ നബവി, അതിന്റെ എതിരായും കൊണ്ട് ഒരു പള്ളി തന്നെ നിർമ്മിച്ചു. പരിശുദ്ധ ഖുർആൻ അതിനെ പറ്റി നമ്മളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന ഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹു വറസൂലഹു എന്ന് പറഞ്ഞുകൊണ്ട്
ആലോചിച്ച് നോക്കും. അതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം എന്തുകൊണ്ട് ആശ്ചര്യപ്പെടാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്, ഈ ലോകത്തിന്റെ നിയമമാണ്. ഒന്നും അതിൽ ആശ്ചര്യപ്പെടാൻ ഇല്ല. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു, ദൈനി അദ്രിബു മുനാഫിഖ്, ഞാൻ ഈ മുനാഫിഖിന്റെ തല വേർപെടുത്താൻ എനിക്ക് അനുവാദം നൽകണമെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല തങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവദിച്ചില്ല. കാരണം അത് നിയമമാണ്, ഈ ലോകത്തിന്റെ നിയമമാണ്. ചിന്തിച്ച് നോക്കാം. ആശയപ്പെടാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലോചിച്ച് നോക്കൂ നിങ്ങളത് അതിനെപ്പറ്റി. ഈ കേരളക്കരയിൽ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂമിങ്ങൾ ആയിരുന്നു. ഏറ്റവും വലിയ മഹാന്മാർ. പൊന്നാനിയിൽ നിന്ന് ഒരു മതവിധി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അത്ര വലിയ മഹാത്മാ, വലിയ ആയിരിക്കും, വലിയ മഹാത്മാ. പക്ഷേ ഞാൻ ആദ്യം നിങ്ങളോട് അറിയിച്ച ക്രമത്തിൽ ഏത് സാഹചര്യത്തിനും ഇവിടെ ഒരു എതിർ വിഭാഗം ഉണ്ടാകും. അങ്ങനെ അല്പകാലം കഴിഞ്ഞപ്പോൾ മഖ്ദൂം തറവാട് ക്ഷയിച്ചു. അത് ക്ഷയിച്ച ആ സമയത്ത് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളവർ ഏറ്റവും വലിയ ആയിരിക്കും കുത്തുബ് സമാനുമാണ്. വലിയ ആരിഫാണ്, വലിയ വലിയുള്ളാഹിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ 70 കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു, ആ കാലത്തുള്ള മുഴുവൻ സ്വാലിഹീകളായ ആത്മീകളെയും വിളിച്ചു കൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചു കൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടുന്നത് ഈ രാജ്യത്തിൽ ഉള്ള ആലിമീങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ ആലിമീങ്ങളോട് രൂപം കൊണ്ടു അന്നുള്ള മഹാന്മാരായ സ്വാലിഹ്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. സന്തോഷഭരിതനായി മഹാനവറുകൾ 1 മണിക്കൂർ സമയം കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയും കൊണ്ട് ആ സംഘടനക്ക് വേണ്ടിയിട്ട് അതിന്റെ വർഗത്തിന് വേണ്ടി ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നവരുടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നിലക്കുള്ള മഹത്തായ സംഘടന നോക്കൂ. ആ സംഘടന അവിടുന്ന് ദീർഘദർശനം ചെയ്ത ക്രമത്തിൽ തന്നെ കേരളത്തിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കേരളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായി ഏതെല്ലാം പാർട്ടികൾ കേരളത്തിൽ വന്നോ അതിനെ സംബന്ധിച്ചെല്ലാം തന്നെ മുസ്ലിം പൊതുജനങ്ങൾക്ക് അറിവ് നൽകി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇന്നതാണെന്നും അതിൽ അടിയുറച്ച് നിലകൊള്ളൽ ആവശ്യമാണെന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായ കക്ഷികൾ ആ കക്ഷികളുടെ നിലപാടിച്ചതാണെന്നും മുസ്ലിം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ആരാണ് ചെയ്തത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. മഹാനവറുകൾ പറഞ്ഞ ക്രമത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തള്ളി പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശൈഖ